സർ, നമ്മളിപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടുവരുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് സ്ട്രക്ചറാണ് സ്റ്റീൽ സ്ട്രക്ചർ ബിൽഡിങ്സ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്റ്റീൽ സ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് നമ്മുടെ കേരളത്തിലേക്ക് അല്ലെ ഇന്ത്യയിലേക്ക് ഇപ്പോൾ പുതിയതായിട്ട് കടന്നു വന്നൊരു സിസ്റ്റം സ്റ്റീൽ സ്ട്രക്ചർ. ഇത് മുൻ കാലഘട്ടത്തിൽ യൂറോപ്യൻ കൺട്രിയിലായിരുന്നു കൂടുതൽ സ്റ്റീൽ സ്ട്രക്ചർ കണ്ടുവരുന്നത്. ഇപ്പം നമ്മൾ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ കൺസ്ട്രക്ഷൻ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ഡാമേജോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മെയിൻ്റനൻസ് വളരെ ഈസി ആയിരിക്കും. അത് RCCയിലാണെങ്കിൽ നമുക്ക് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ അതിനേക്കാളും വലിയൊരു ഇമ്പോർട്ടൻ്റ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു 10 to 20 ഇയേഴ്സ് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും. മറ്റ് RCC കൺസ്ട്രക്ഷൻ ആണെങ്കിൽ ഇത് അവിടെ നിന്ന് ഡിസ്മാൻഡിൽ ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ട്. അപ്പം ഇത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട്, ഈ ഒരു അറിവ് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ നമ്മളെ കേരളത്തിലും ഇന്ത്യയിലും സ്റ്റീൽ സ്ട്രക്ചർ ഒരുപാട് വന്നിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ ഏകദേശം ഒരു 10 to 15 ഇയേഴ്സ് ബാക്കിലെ സ്റ്റീലിൻ്റെ പ്രൈസ് എടുക്കുന്നത്, അന്ന് 22 രൂപീസാണ് സ്റ്റീലിൻ്റെ പ്രൈസ്. അതൊന്ന് കയറിയിട്ട് 80+ റേറ്റിലേക്ക് എത്തി. അപ്പോൾ നമുക്ക് ശരിക്കും ഒരു 4 times പ്ലസ് കോസ്റ്റ് എന്ത് ചെയ്തു, സ്റ്റീൽ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അത് ഡിസ്മാൻഡിൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് ഡിമോളിഷ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു 4 to 5 times പ്ലസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സെല് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇനി ഈ കോൺക്രീറ്റ് സ്ട്രക്ചറൊക്കെ ഒഴിവാക്കി നമ്മൾ മറ്റു കൺട്രീസ്, യൂറോപ്യൻസ് കൺട്രീസിലൊക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ സ്റ്റീൽ സ്ട്രക്ചറിലേക്ക് വരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റും, കൺസ്ട്രക്ഷൻ രീതിയിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. അതിനേക്കാളും പ്രധാനമായിട്ടൊരു പോയിന്റ് ഉണ്ട്, നമുക്ക് 8 വർഷങ്ങളോ അല്ലെങ്കിൽ 5 വർഷങ്ങളോ അല്ലെങ്കിൽ 1 ഇയറോ എടുക്കുന്ന കൺസ്ട്രക്ഷൻ നമുക്ക് മിനിമം ഒരു 6 മന്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. സ്റ്റീൽ സ്ട്രക്ചറാണ്, നമുക്ക് ഫാക്ടറി മോൾഡാണ്, മാനുഫാക്ചറിങ് ആണ്, അവിടുന്ന് ചെയ്ത് നമുക്ക് ഇൻസ്റ്റാളേഷൻ മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഈ അവയർനെസ് ക്ലയൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരുപാട് സ്റ്റീൽ കമ്പനികൾ, സ്റ്റീൽ ഫാക്ടറികൾ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻ.